കോൾഡ് കോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഇസ് ടോണി ജോസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു ചിക്കൻ മഞ്ചൂരിയൻ. അതിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള ചതുരാകൃതിയിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് ചേർക്കാം. എരിവിനായി 3 പച്ചമുളക് നെടുകെ കീറി ഇതിലേക്ക് ചേർക്കാം. സവാള ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ചതുരാകൃതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാപ്സിക്കം 1 കപ്പ് ചേർക്കാം. ഈ കാപ്സിക്കം പല നിറത്തിലുള്ള കാപ്സിക്കമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പല കളറിലുള്ള കാപ്സിക്കം എടുത്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന കാപ്സിക്കം ഏതാണോ അത് ചേർത്താൽ മതി. പക്ഷെ അതൊരു കപ്പ് ചേർക്കണമെന്ന് മാത്രം. ഇനി ഈ മിക്സിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഈ മസാല ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറിക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടി കൂടുതലായിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓനിയൻ കൂടി ചേർക്കാം. ഇനി ഈ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ് സോസും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. ഇനി ഈ മസാലയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടി ചേർക്കാം. ഇനി മാവിൽ മുക്കി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ കുക്കിംഗ് തുടങ്ങുന്ന സമയം മുതൽ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. കറിയുടെ ഗ്രേവി തിക്കാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ മസാലയിലേക്ക് ഒഴിക്കാം. ഇനി ഈ മിക്സ് ഒന്ന് തിളച്ച് വരുമ്പോൾ സ്വാദിഷ്ടമായ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയ ചിക്കൻ മഞ്ചൂരിയൻ റെഡിയായി. ഈ ചിക്കൻ മഞ്ചൂരിയൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.